ഇന്നൊരു ചീനിക്കറി ആയാലോ? ചേട്ടായിക്ക് മുളക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ചേട്ടായി വരുമ്പോഴത്തേക്കും ചീനിയൊക്കെ നട്ട് കാന്താരി മുളകൊക്കെ ആക്കി ഇങ്ങനെ വെക്കണം. എന്ത് കറി ഉണ്ടെങ്കിലും ചീനി മുളക് ഭയങ്കര ഇഷ്ടമാണ്, മുളക് പൊട്ടിച്ച്. അപ്പോൾ അങ്ങനെ നട്ടതാണ് കഴിഞ്ഞ വർഷം. പക്ഷേ ആളിതുവരെ എത്തിയിട്ടില്ല. പക്ഷേ ഉടനെ തന്നെ വരും കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ തരത്തിലുള്ള ചീനി നട്ടിട്ടുണ്ടായിരുന്നു. കാന്താരി മുളകുണ്ട്, അതുപോലെ തന്നെ വെള്ളമുളകുണ്ട്, ഉണ്ടമുളകുണ്ട്. അത് കരടംപൊട്ടി നല്ല എരിവുള്ളതാണ്. പിന്നെ അല്ലാത്ത ഒരു ടൈപ്പ് മുളകുണ്ട്. നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുന്ന എരിവുള്ള ടൈപ്പ് മുളകില്ല, കൊണ്ടാട്ട മുളക്, ആ ടൈപ്പുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ചീനി നട്ടിട്ടുണ്ട്. ഇത് ആകാശവെള്ളരിയാണ് കേട്ടോ. ആകാശവെള്ളരി നന്നായിട്ട് കയറി വരുന്നുണ്ട്. നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ വലിയൊരു ഫ്രൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാൻ എല്ലാ ചീനിയിലും ഇതൊക്കെ പറിച്ച് നട്ടതായതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ആയി വരുന്നതേ ഉള്ളൂ. അങ്ങനെ എല്ലായിടത്തും ഞാൻ ചീനി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത്തവണ പച്ചക്കറികൾ വേറൊന്നും നട്ടിട്ടില്ല. ചീരയും ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ചതുരപ്പയർ അരിയിലൊക്കെ ആയിട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. അത് ആവുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ നട്ട് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ അതിൽ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള, വലിയ കൃഷിക്കാരിയൊന്നുമല്ല. പക്ഷേ ചെറിയ രീതിയിലുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര താല്പര്യമാണ് കേട്ടോ. പിന്നെ ഇവിടെ മണ്ണ് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഒരുപാട് നമ്മൾ പച്ചക്കറികളിൽ ഒത്തിരി കിടന്ന് നടന്നിട്ടൊന്നും കാര്യമില്ല, ഒരുപാട് ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഇത്തവണ പച്ചക്കറി നടണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു കേട്ടോ. ചീനി പിന്നെ ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്, അതുകൊണ്ടാണ് ചീനി നട്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് കൂർക്ക നട്ടിട്ടുണ്ട് കേട്ടോ. അത് വെറുതെ കടയിൽ നിന്ന് കൂർക്ക മേടിച്ചുകൊണ്ട് വന്നപ്പോൾ അത് മുളച്ചപ്പോൾ അങ്ങനെ നട്ടതാണ്. ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. വിളവെടുക്കുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. ഇങ്ങനെ എല്ലാ ദിവസവും നമുക്ക് പറിച്ചില്ലെങ്കിൽ ഇതുപോലെ പറിച്ചില്ലെങ്കിൽ എല്ലാ ദിവസവും കറിക്കിടാനുള്ള മുളക് നമുക്ക് കിട്ടും. ഞാൻ പിന്നെ ആഴ്ചയിൽ ഒരു തവണ ഇങ്ങനെ പറിച്ചിട്ട് എന്തെങ്കിലും നാരങ്ങയും മുളകും കൂടെ ഇട്ട് ഉപ്പിട്ട് വെക്കൂലേ, അങ്ങനെ ഇട്ട് വെക്കുക. അല്ലെങ്കിൽ വിനാഗിരിയിൽ വെറുതെ മുളക് ഇങ്ങനെ ഇട്ട് വെക്കുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം നിന്ന് കഴിഞ്ഞാൽ വെറുതെ പഴുത്ത് പോകുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ഒരാഴ്ച പറിക്കാതിരുന്നപ്പോഴത്തേക്കും കിട്ടിയ എല്ലാ തരത്തിലുള്ള മുളക് നമുക്കിതിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളും ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ആ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.